അത് തനിക്കിഷ്ടമാണോ അല്ലയോ നോക്കേണ്ട കാര്യം എനിക്കില്ല. അന്ധമായിട്ട് ഞാൻ ആരുടെ കൂടെയും നിൽക്കില്ല. നിങ്ങൾ കൂടെ ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. പത്മയുടെ പെരുമാറ്റത്തിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും എനിക്ക് ആവശ്യമില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമേ പെരുമാറുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞു. എനിക്കും അത് തന്നെ പറയാനുള്ളത്. പത്മ പെരുമാറുന്നത് പത്മയുടെ സ്വന്തം ഇഷ്ടത്തിലും മാത്രമായിരിക്കും. അതും നിങ്ങൾ മനസ്സിലാക്കിക്കും. എന്താ അതൊക്കെ വരുന്നില്ലേ? എടോ, താൻ എന്തിനാണോ ഇങ്ങനെ പേടിക്കുന്നത്? എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തന്നെ രക്ഷിക്കാൻ ഞാനിങ്ങനെ കൂടെ തന്നെ നിൽക്കല്ലേ. വാ വാ. ഞങ്ങളെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് കറങ്ങി. ഇവിടെ വന്നാൽ പിന്നെ സ്വസ്ഥത കിട്ടില്ലല്ലോ. കുറച്ചു നേരം ഇയാളൊന്ന് ഫ്രീ ആവട്ടെ എന്ന് കരുതി. അതെന്തായാലും നന്നായിടാ. അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനും കൂടെ ജീവിക്കുന്നവരുടെ മനസ്സ് മനസ്സിലാക്കാനും ഒക്കെ നീ പഠിച്ചല്ലോ. സന്തോഷം. പിന്നെ അച്ഛാ, ബോർഡ് മീറ്റിംഗിൽ പങ്കെടുത്ത 1-2 പേര് എന്നെ വിളിച്ചിരുന്നു. അവർക്ക് പറയാനുള്ളത് നന്ദിനിയുടെ ഫ്രഷ് ഐഡിയയെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ അവർക്കൊരു ഞെട്ടല്ല. നന്ദിനിയുടെ ഐഡിയ പ്രാവർത്തികമായാൽ അത് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വിപ്ലവമായി തീരുമെന്ന എല്ലാവരും പറയുന്നത്. മണ്ടത്തരങ്ങൾ കൊട്ടിഘോഷിക്കാൻ ഇക്കാലത്ത് ചില ആളുകൾക്ക് പ്രത്യേക ഒരു മിടുക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മണ്ടത്തരത്തിന്റെ പുറകെ പോവാൻ പത്മ ഇൻഡസ്ട്രീസ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നല്ലതെന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് താനെന്തിനാ ഇങ്ങനെ ഒരു മുൻവിധി ഉണ്ടാക്കുന്നത്? നമുക്കതൊന്ന് ട്രൈ ചെയ്തൂടെ? കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്, കമ്പനി ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയ നല്ല പേര്, അതൊക്കെ ഈ വേലക്കാരുടെ മുമ്പിൽ പണയം വെക്കാനുള്ളതല്ല. അടുത്ത ബോർഡ് മീറ്റിംഗിന് ഞാൻ എല്ലാവരോടും വ്യക്തമായിട്ട് സംസാരിച്ചോളാം. പത്മ ഇൻഡസ്ട്രീസ് അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നേ ഇല്ല. അതിനു വേണ്ടിയിട്ട് ഒരു നീക്കുപോക്ക് നടത്തുന്നില്ല. ഐഡിയ നന്ദിനിയുടേതായതുകൊണ്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള വാശിയൊന്നും വേണ്ട. നന്ദിനിയുടെ ഐഡിയ നല്ലതാണെങ്കിൽ അത് പ്രാക്ടിക്കലാക്കാനും അതുവഴി കമ്പനി ലാഭത്തിലെത്തിക്കാനും എനിക്ക് പറ്റും. സൂര്യ, ഈ കാര്യത്തിൽ നീ എന്നോട് തർക്കിക്കല്ലേ. കമ്പനിയെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഈ നിൽക്കുന്നവൾക്ക് എന്തറിയാം? അവളുടെ ഒരു മൺപാത്ര കുക്കർ, ഇന്നുവരെ ഒരാളും കേട്ടിട്ടില്ലാത്തൊരു ഐഡിയ. അതിന് പണം മുടക്കാൻ ഇറങ്ങിയാലേ കമ്പനി പിന്നെ മണ്ണും മാറിക്കൊണ്ടിരിക്കും. അതെ, ഒരു പുതിയ ഐഡിയ വരുമ്പോ ഇതിനു മുമ്പും എല്ലാവരും ഇങ്ങനെ തന്നെ പെരുമാറിയിട്ടുള്ളത്. ഒരു കാലത്ത് ഭൂമി പരന്നതാണെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നില്ലേ? ഭൂമി പരന്നതല്ല, ഉരുണ്ടതാണെന്ന് പറഞ്ഞവരെ കൊല്ലുക ചെയ്തത്. അത് കഴിഞ്ഞ് എത്രയോ കാര്യങ്ങളിൽ ശാസ്ത്രം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെ കൊണ്ടുവന്നപ്പോഴും അതൊക്കെ പലരും നിഷേധിച്ചു. എന്തിന്? കയ്യിലിരിക്കുന്ന ഈ സെൽഫോൺ ഉണ്ടല്ലോ, ലോകത്തില് ഇത്രയും വലിയ വിപ്ലവം സൃഷ്ടിക്കാനാണ് അതിന്റെ വരവെന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞോ? പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് ചിലരങ്ങ് വെല്ലുവിളിച്ചു. എന്നിട്ട് സംഭവിച്ചതോ? ഇൻഡസ്ട്രിയിലായാലും ജീവിതത്തിലായാലും
മാറ്റങ്ങൾ കൊണ്ടുവരുന്നവനെ ആരും അംഗീകരിക്കില്ല. അംഗീകരിക്കാത്തവനെ ആദ്യം ചവിട്ടി താഴ്ത്തി മുന്നോട്ട് പോയാൽ മാത്രമേ വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റൂ. അതുകൊണ്ട് പത്മാമ്മയുടെ പറഞ്ഞ ഈ എതിർപ്പിനെ അവജ്ഞയോടെ ഞാൻ തള്ളിക്കളയ. നന്ദിനി പറഞ്ഞ ഐഡിയ ഞാൻ പ്രാക്ടിക്കലാക്കും. ഞാനത് നടത്തി കാണിക്കും. ഇതേ സൂര്യയുടെ വാക്കാ, സൂര്യയുടെ തീരുമാനമാ. ആ നന്ദിനി. ഞാൻ കീഴടങ്ങി കൊടുക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? അയ്യോ ഇല്ല, തനിക്ക് കീഴടങ്ങാൻ പറ്റില്ലല്ലോ പത്മ. കാരണം തന്റെ മനസ്സിൽ നന്ദിനി ഇപ്പോഴും വെറും വേലക്കാരിയാണല്ലോ. ആ ഐഡിയ അവൻ നടത്തി കാണിക്കട്ടെ. അപ്പൊ നമുക്ക് തീരുമാനിക്കാം, പുതിയ ഐഡിയകൾ നിലനിൽക്കുവോ അതോ അതിനേക്കാ വലുത് പാരമ്പര്യമാണോ എന്ന്. മരുമകളുടെ ഐഡിയയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും കേട്ടിട്ട് ഈ ഒരു ഒറ്റ കാരണത്തിലൂടെ പത്മയ്ക്ക് മുകളിൽ അവളെ വാഴിക്കാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ ഞാനത് അനുവദിച്ചു കൊടുക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ ഒരു വേലക്കാരി എന്നെ ജയിക്കില്ല. അവളുടെ ഒരു മൺപാത്ര കുക്കർ. സർ, എല്ലാ ദിവസവും എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കും. 2 ദിവസത്തിലൊരിക്കല് ഭക്ഷണത്തിന്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് പോലൊരു വഴക്ക്. ഒരാഴ്ചക്കിടയില് ഒരു കനമുള്ള വഴക്ക് ഉറപ്പാ. തനിക്കിത് എന്തു പറ്റി? അല്ല, സാറും അമ്മയും തമ്മിലുള്ളൊരു വഴക്കിന്റെ കാര്യം ഞാനിന്ന് നോക്കിയത്. ഞാനിവിടെ വന്ന് കയറിയ കാലം മുതല് ഇത് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഇതൊരിക്കലും അവസാനിക്കില്ലേ സർ? അവസാനിക്കണമെന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല. ഒരാളുമായിട്ടുള്ള വഴക്ക് അവസാനിപ്പിക്കുന്ന നല്ല കാര്യല്ലേ? ആ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല അതിനോട്. എന്നാ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊന്നും നടന്നൂടാ സർ. ഒരു കാരണവശാലും നടന്നൂടാ. സാറിന് സമ്മതാണെങ്കിൽ ഞാൻ പത്മമ്മയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ? എന്ത് സംസാരിക്കാൻ? യു മീൻ എ കോംപ്രമൈസ്?